സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾക്ക് വേണ്ടി ജീവാർപ്പണം നടത്തിയ സ്വഹാബികളെ പോലെ ലോകത്തൊരു നേതാവിന് വേണ്ടിയും അർപ്പണം നടത്തിയ അനുയായികളെ കാണാനുണ്ടാവില്ല. ബാക്കി എല്ലാവർക്കും ജീവൻ കൊടുക്കാൻ റെഡിയാണെന്ന് പറയും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എല്ലാം സമർപ്പിച്ചവരെ പോലെ ലോകത്ത് വേറെ ഒരു നേതാവിന് വേണ്ടിയും സമർപ്പണം നമുക്ക് കാണാൻ കഴിയില്ല. അതല്ലേ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ, മുനാഫിഖുകളുടെ നേതാവായ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂലിന്റെ മകൻ അബ്ദുള്ള എന്ന സ്വഹാബി വന്നിട്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലയോ ഹബീബായ തങ്ങളെ, എന്റെ വാപ്പാന്റെ തലയെടുക്കാൻ അവിടുന്ന് ഓർഡർ ഇട്ടിട്ടുണ്ടോ നബിയേ? എന്റെ വാപ്പാന്റെ തലയെടുക്കാൻ അവിടുന്ന് ഓർഡർ ഇട്ടിട്ടുണ്ടോ നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, എന്താണ് അബ്ദുള്ള അങ്ങനെ ചോദിക്കാനുള്ള കാരണം? അദ്ദേഹത്തിന്റെ ചോദ്യത്തിന്റെ ചേതോ വികാരം എന്താണെന്ന് അറിയാൻ മുത്തുനബി തങ്ങൾ ചോദിച്ചു. ഉടനെ ആ സ്വഹാബി പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഹബീബായ തങ്ങളെ, എന്റെ വാപ്പയാകുന്ന കപട വിശ്വാസികളുടെ നേതാവ് തങ്ങൾക്കും ഈ പ്രസ്ഥാനത്തിനും വലിയ തലവേദനയാണെന്നറിയാം. ഏതേത് പ്രവർത്തനങ്ങളുടെ വഴിയിലും തടസ്സമുണ്ടാക്കുന്ന ആളാണെന്നറിയാം. അതുകൊണ്ട് എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ, എപ്പോഴെങ്കിലും അയാളെ വകവരുത്തണമെന്ന് തങ്ങളുടെ തീരുമാനമുണ്ടെങ്കിൽ വേറെ ആരോടും പറയല്ലേ നബിയേ. അതെന്നോട് പറഞ്ഞാൽ അടുത്ത നിമിഷം എന്റെ പിതാവിന്റെ ശിരസ് ഇവിടെ കൊണ്ടുവരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മക്കളെ കൊണ്ട് മാതാപിതാക്കളെ കൊല്ലിക്കാൻ വേണ്ടി വന്ന പ്രസ്ഥാനമല്ല ഇത്. അങ്ങനെ ഒരു ഓർഡർ ഞാൻ ഇട്ടിട്ടില്ല മോനെ. അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ, മുനാഫിഖുകളുടെ നേതാവായ അബ്ദുല്ലാഹി എന്ന ആളുടെ മകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് പറയുന്നത്, എന്റെ വാപ്പയെക്കാൾ അവിടുന്ന് ഏറ്റവും